ശബത്തും യഥാസ്ഥാനപ്പെടലും എന്നുള്ള വിഷയമാണ് നാം ഇന്ന് ചിന്തിക്കുന്നത്. ടു ബ്രിങ് ഔട്ട് ദ റിലേഷൻ ബിറ്റ്വീൻ ദി ഒബ്സർവൻസ് ഓഫ് സാബത്ത് ആൻഡ് ദി ഐഡിയ ഓഫ് റിസ്റ്റോറേഷൻ. ഉൽപ്പത്തി 2-ാം അധ്യായം 2-ാം വാക്യത്തിൽ താൻ സൃഷ്ടിച്ചുണ്ടാക്കിയ സകല പ്രവൃത്തിയിൽ നിന്നും അന്ന് നിവൃത്തനായതുകൊണ്ട് ദൈവം 7-ാം ദിവസത്തെ അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ചു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. പുറപ്പാട് 20-ാം അധ്യായം 11-ലും ഇതേ ആശയം തന്നെ നമ്മൾ കാണുന്നു. സൃഷ്ടി ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. 6 ദിവസം കൊണ്ട് ദൈവം ആ പ്രവൃത്തി പൂർത്തീകരിച്ചു. അതിനർത്ഥം സൃഷ്ടി എന്ന ദൈവിക പ്രവൃത്തി ആവർത്തിക്കേണ്ട ഒന്നല്ല എന്നും, സൃഷ്ടി ഒരിക്കലായി ദൈവം ഏകമായി സൃഷ്ടിച്ചിരിക്കുന്നു എന്നുമാണ്. ദൈവം പ്രവർത്തനരഹിതമായ ഒരു അവസ്ഥയിലേക്ക് പ്രവേശിച്ചു എന്ന് അതിന് അർത്ഥമില്ല. സൃഷ്ടി എന്ന പ്രവൃത്തിയിൽ നിന്ന് മാത്രമാണ് ദൈവം നിവൃത്തനായത്. 7-ാം ദിവസം 6 ദിവസം കൊണ്ട് സൃഷ്ടിച്ച സകല സൃഷ്ടിയും ഉൾക്കൊള്ളുന്ന പ്രപഞ്ചത്തിൻ്റെ ആദ്യ ദിനം. 7-ാം ദിനം ദൈവം ശുദ്ധീകരിച്ച് അനുഗ്രഹിച്ചത് പ്രപഞ്ചത്തിൻ്റെ അസ്തിത്വത്തിൻ്റെ ആഘോഷമാണ്. അതിൽ ഉടമയും അടിമയും പരദേശിയും മൃഗങ്ങളും ദേശവും നിലവ്യത്യാസമെന്നെ പങ്കുചേരുന്നു. അതേസമയം ആവർത്തന പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 12 മുതലുള്ള വാക്യങ്ങൾ മിസ്രയീമിൽ നിന്നുള്ള വിടുതലിൻ്റെ ഓർമ്മയായി ശബത്ത് ആചരിക്കണമെന്ന് വായിക്കുമ്പോൾ സൃഷ്ടിയും വീണ്ടെടുപ്പും ദൈവത്തിൻ്റെ ഒരേ പ്രവൃത്തിയിൽ അടങ്ങിയിരിക്കുന്നു എന്ന് വെളിപ്പെടുന്നു. ശബത്ത് എന്ന ആശയം ഇവിടെ അവസാനിക്കുന്നു. എല്ലാ 7-ാം വർഷവും ശബത്ത് ആണ്ടായിട്ട്, സബറ്റിക് ഇയർ ആയിട്ട് ആചരിക്കണം. ലേവ്യ പുസ്തകം 25:1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. 7-ാം സംവത്സരത്തിലോ ദേശത്തിന് സ്വസ്ഥതയുള്ള ശബത്തായ യഹോവയുടെ ശബത്തായിരിക്കണം. ഇൻ ദ 7th year there shall be a Sabbath of complete rest of the land, a Sabbath for the Lord. ആവർത്തന കൃഷിയിലൂടെ ഉണ്ടാകുന്ന ശോഷണം പരിഹരിച്ച് മണ്ണിന് സംരക്ഷണം നൽകി ഭൂമിയെ യഥാസ്ഥാനപ്പെടുത്തുന്ന സൃഷ്ടിയുടെ ആഘോഷമാണ് ശബത്ത്. സബത്ത് ആശയം അതിൻ്റെ ഏറ്റവും ഉദാത്തമായ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ലേവ്യ പുസ്തകം 25-ാം അധ്യായം 8 മുതലുള്ള വാക്യങ്ങൾ. 7 ശബത്താണ്ട് കൂടുമ്പോൾ, അതായത് 7 × 7 49 വർഷം കഴിയുമ്പോൾ 50-ാം വർഷം പാപപരിഹാര ദിവസത്തിൽ യഥാസ്ഥാനപ്പെടുത്തുന്ന യോവേൽ സംവത്സരമായിട്ട് ആചരിക്കണം. അന്ന് ദേശത്തെല്ലാം സകല നിവാസികൾക്കും സ്വാതന്ത്ര്യം പ്രസിദ്ധമാക്കണം. And you shall hallow the 50th year, and you shall proclaim liberty throughout the land to all its inhabitants. It shall be a jubilee for you. യോവേൽ സംവത്സരത്തിന് മർമ്മം ഇതാണ്: നിങ്ങൾ താന്താൻ്റെ അവകാശത്തിലേക്ക് മടങ്ങിപ്പോകണം. ഓരോരുത്തരും താന്താൻ്റെ കുടുംബത്തിലേക്ക് മടങ്ങിപ്പോകണം. യു ഷാൽ റിട്ടേൺ എവറി വൺ ഓഫ് യു ടു യുവർ പ്രോപ്പർട്ടി ആൻഡ് എവറി വൺ ഓഫ് യു ടു യുവർ ഫാമിലി. ജീവിത സാഹചര്യ സമ്മർദ്ദങ്ങളാണ് ഈ 49 സംവത്സര കാലയളവിനുള്ളിൽ എപ്പോഴെങ്കിലും ആർക്കെങ്കിലും വസ്തുവകയോ കുടുംബമോ സ്വാതന്ത്ര്യമോ നഷ്ടപ്പെട്ടു പോയാൽ യോവേൽ സംവത്സരത്തിൽ നഷ്ടപ്പെട്ടതെല്ലാം വില കൂടാതെ തിരിച്ച് ലഭ്യമാകുന്ന യഥാസ്ഥാനപ്പെടുത്തലിൻ്റെ സാമൂഹിക ക്രമമാണ് ഇവിടെ അനാവരണം ചെയ്യുന്നത്. For whatever reasons, if anyone is deprived of his right to property, family and liberty, the Jubilee year promises restoration of family, property and liberty without any cost. ഇത് മഹാ ഉത്സവമായി ആചരിക്കണമെന്നാണ് നിർദ്ദേശം. ദേശം മുഴുവൻ കാഹളം മുഴക്കി ഇത് പ്രസിദ്ധമാക്കണം. 7-ാം ദിവസം ശബത്താണ് സൃഷ്ടിയുടെ സമഗ്രതയുടെ ആദ്യ ദിനം. സർവസൃഷ്ടിയും ഉദ്ഗ്രഥനത്തിലൂടെ പൊരുത്തപ്പെട്ടിരിക്കുന്ന സൃഷ്ടിയുടെ താളമാണ് ശബത്ത്. ഈ താളം നഷ്ടപ്പെടുമ്പോൾ അത് പുനഃസ്ഥാപിക്കേണ്ടത് യോവേൽ ധർമ്മമാണ്. ഓരോരുത്തൻ താന്താൻ്റെ അവകാശത്തിലേക്ക്, ഓരോരുത്തൻ താന്താൻ്റെ കുടുംബത്തിലേക്ക്. The 7th day is Sabbath. It's the first day of the beginning of a society of creation. Hence, Sabbath declares the harmonious integration of the whole creation. And when this rhythm is lost, the great Jubilee demands us to restore the integrity of creation by ensuring a social mechanism through which everyone is integrated with his property and everyone with his family. നമ്മൾ ആരംഭിച്ചിരിക്കുന്ന യാത്രയിൽ ഓരോരുത്തരും താന്താൻ്റെ അവകാശത്തിൽ
ഓരോരുത്തരും താന്താൻ്റെ കുടുംബത്തിലേക്ക് എന്ന ശബത്തിൻ്റെ യോവേൽ സങ്കല്പം നമ്മുടെ മാർഗമാണോ അതോ നമ്മുടെ ലക്ഷ്യമാണോ ദൈവം നമുക്ക് വെളിച്ചം നൽകുന്നത്?